ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ ബാന്ദ്ര പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിയുടെ ലക്ഷ്യം മോഷണമാണെന്നും നടന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിരലടയാളങ്ങൾ പ്രതി ഷെരീഫുൽ ഇസ്ലാമിന്റേത് തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും സോന സുരേഷ് ചേരുന്നുണ്ട്. സോന, ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. പ്രതിയുടെ വിരലടയാളങ്ങൾ തന്നെയാണ് സെയ്ഫ് അലി ഖാന്റെ ബാന്ദ്രയിലുള്ള വീട്ടിൽ നിന്നും കണ്ടെത്തിയത് എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റെന്തെല്ലാം കണ്ടെത്തലുകളാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? അതുല്യ, സെയ്ഫ് അലി ഖാന് വീട്ടിൽ വെച്ച് ബാന്ദ്രയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കുത്തേറ്റതിൻ്റെ കുറ്റപത്രമാണ് ഈ കഴിഞ്ഞ 3 മാസത്തിന് ഒടുവിൽ നടന്ന അന്വേഷണത്തിനിടയിൽ ഇപ്പോൾ മുംബൈ പോലീസ് ബാന്ദ്ര കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. 1000 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്നത് ഇദ്ദേഹം മോഷണത്തിന് വേണ്ടി തന്നെയാണ് സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിൽ എത്തിയതെന്നാണ്. മാത്രമല്ല, സെയ്ഫ് അലി ഖാൻ്റെ ബാന്ദ്രയിലെ വീട്ടിൽ നിന്നും ലഭിച്ച കത്തിയും അതുപോലെ അദ്ദേഹം മോഷണത്തിനായി കൊണ്ടുവന്ന വസ്തുക്കൾ ഉൾപ്പെടെ ഫോറൻസിക് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. 1000 പേജുള്ള കുറ്റപത്രമാണ് ബാന്ദ്ര കോടതിയിലേക്ക് മുംബൈ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. മോഷണം തന്നെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് തന്നെയാണ് കോടതിയിൽ ഇവർ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ജനുവരി 16-നായിരുന്നു ഇതുപോലെ സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിൽ പ്രതിയായ ഷെരീഫുൽ ഇസ്ലാം മോഷണത്തിനായി കയറുന്നതും അവിടെ വെച്ചിട്ടായിരുന്നു ഇതുപോലെ ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ടാകുന്നത്. സെയ്ഫ് അലി ഖാനെ കുത്തേൽക്കുകയും അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിനും ശരീരത്തിനും മറ്റും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നീണ്ട 3 മാസത്തിനൊടുവിലെ അന്വേഷണത്തോടെ ഇന്നാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 1000 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതുല്യ.